വിഷയങ്ങൾ സ്വല്പമെങ്കിലും ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മൾ 2-ാം അധ്യായത്തിൽ യേശു കർത്താവ് മനുഷ്യനായി തീർന്നതിൻ്റെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇന്ന് വാക്യത്തിൽ വായിച്ചതുപോലെ തന്നെ ജഡരക്തങ്ങൾ ഏറ്റെടുത്തതിൻ്റെ, ജഡരക്തങ്ങളാൽ ഭൂമിയിലേക്ക് വന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളതിൻ്റെ പല കാരണങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഇതിൻ്റെ മുമ്പിലത്തെ അധ്യായങ്ങളിൽ നമ്മളതിൻ്റെ 3ഓളം കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചു. എല്ലാവരും ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഒന്ന്, നമ്മൾ പഠിച്ചത് 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ഫുൾഫിൽ ഗോഡ്സ് പർപ്പസ് ഫോർ മാൻ, മനുഷ്യകുലത്തിൻ്റെ പുനഃസ്ഥാപനം എന്നുള്ള വിഷയം പഠിച്ചു. അതുപോലെ നമ്മൾ അതിൻ്റെ 9-ാം വാക്യത്തിൽ നമ്മൾ പഠിച്ചു, എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കുന്നതിന് വേണ്ടി അവൻ ഈ താണലോകത്തിലേക്ക് ഇറങ്ങി മനുഷ്യനായി തീർന്നു എന്ന് വായിച്ചു. 3-ാമത് നമ്മൾ പഠിച്ചത് 10-ാം വാക്യത്തിൽ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുവാൻ, ആൻഡ് ടു ബ്രിങ് മെനി സൺസ് ടു ഗ്ലോറി. നമ്മൾ അവിടെ വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അതിനുശേഷം 11 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പഠിച്ചു. 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിച്ചപ്പോൾ അവിടെ പഴയ നിയമത്തിൽ നിന്നുള്ള 3 കൊട്ടേഷൻസ് എടുത്തുകൊണ്ട് അവിടെ യേശുക്രിസ്തു നമ്മളെ പോലെ സഹോദരനാണെന്നുള്ള ഒരു തോട്ട് എന്ന് പറഞ്ഞാൽ അതാ നമുക്കവിടെ പറഞ്ഞു. കാര്യം താൻ ജഡരക്തങ്ങളോട് കൂടിയവനായതുകൊണ്ട് നമ്മെപ്പോലെ സഹോദര തുല്യനായി അവൻ മാറി, നമുക്ക് ജ്യേഷ്ഠ സഹോദരനായി. അത് എന്നുള്ള വിഷയങ്ങളും നമ്മളോടൊപ്പം അവൻ്റെ മനുഷ്യത്വത്തിൽ നിന്നുകൊണ്ട് പിതാവിനെ സ്തുതിക്കുന്നു. ഞാനും എനിക്ക് തന്ന മക്കളും എന്ന് പറഞ്ഞതുകൊണ്ട്, ഞാൻ അവനിൽ ആശ്രയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്, ഞാനും എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കുമെന്ന് പറഞ്ഞും, സഭാമധ്യം ഞാൻ നിന്നെ സ്തുതിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ 22-ാം സങ്കീർത്തനത്തിലും യെശയ്യാ പ്രവചനത്തിലും പറയുന്ന മിശിഹൈക പ്രോമിസസ്, വാഗ്ദത്തങ്ങൾ, വാക്കുകൾ നമ്മൾ കേട്ടു. അതിനകത്ത് നമ്മൾ പറയുവാനിടയായി. നമുക്കറിയാം, ഈ പറഞ്ഞതിൻ്റെ എല്ലാം അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു ഉദ്ദേശമുണ്ട്. ഇപ്പം നമുക്ക് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു വീട്ടിൽ താമസിക്കാൻ പോകുക എന്ന് വിചാരിക്കുക. ഒരു വീട് ഇങ്ങനെ കാട് കയറി കിടക്കുന്ന വീട്ടിൽ നമ്മളോട് പറഞ്ഞ് നിങ്ങൾ പോയി താമസിച്ചോളാൻ പറയുക. നമ്മൾ ആദ്യം ചെല്ലുന്ന ഉടനെ ഗേറ്റ് എല്ലാം ഇങ്ങനെ തുരുമ്പ് പിടിച്ച് കിടക്കുക. അന്നേരം നമ്മളെല്ലാം എണ്ണയൊക്കെ അഴിച്ച് ഗേറ്റൊക്കെ ഒന്ന് തള്ളി തുറന്ന് ചെന്നപ്പോൾ മുഴുവൻ പോച്ച കയറി കിടക്കുക. ഉടനെ നമ്മളെല്ലാം പോച്ചയെല്ലാം വെട്ടി നമ്മൾ വീണ്ടും വീട്ടിനകത്തോട്ട് കയറുമ്പോൾ അവിടെ കഥകളെല്ലാം പൊടി പിടിച്ച് കിടക്കുക. നമ്മൾ പൊടിയെല്ലാം തൂത്തു എല്ലാം ഇങ്ങനെ നമ്മളിങ്ങനെ പോവുക. എന്നാൽ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അവിടെ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിലും, നമുക്ക് ലഭിച്ച ആ ഒരു ഭവനത്തിലേക്ക് പോകാൻ വേണ്ടി ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിലും, അൾട്ടിമേറ്റ് ആയിട്ട് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്ന ഭവനത്തിൽ താമസിക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞതുപോലെ യേശു കർത്താവ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മനുഷ്യകുലത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി വന്നു എന്നുള്ളത് സത്യമാണ്. അവൻ മരണത്തെ ആസ്വദിച്ചു എന്നും, അതുപോലെ തന്നെ നമ്മൾ വായിക്കുന്നത് മരണത്തെ അനുഭവിച്ചെന്നും, അതുപോലെ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട് അവൻ രക്ഷാനായകൻ കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവനാക്കിയെന്നും, അതുപോലെ തന്നെ നമുക്ക് സ്വന്തം സഹോദരനായെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തൊട്ടുപോയതാണ്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവനായതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി എന്നും 14-ാം വാക്യത്തിൽ വായിച്ചു. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കർത്താവിൻ്റെ ഭൂമിയിലേക്കുള്ള വരവിനെ പറ്റി നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അൾട്ടിമേറ്റ് ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ മനുഷ്യകുലത്തെ റീസ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞൊരു പദ്ധതി മാത്രമല്ല. റീസ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നമുക്കറിയാം, ഒരു നഷ്ടപ്പെട്ടു പോയ കാര്യം അത് നേരെയാക്കി വിടുക. അതിനപ്പുറമായിട്ട് കർത്താവ് അതിലൂടെ ഉയർന്ന പടിയിലേക്ക് വീണ്ടും നമ്മളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതാണ് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ പറ്റും. അൾട്ടിമേറ്റ് ഉദ്ദേശം നമ്മൾ ഈ ഭാഗത്ത് വായിച്ചത്, നമ്മളതിൻ്റെ 10-ാം വാക്യത്തിൽ വായിച്ചതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഉദ്ദേശം. എന്ന് വെച്ചാൽ കർത്താവ് മനുഷ്യനായി തീർന്നതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കണം. അതായിരുന്നു കർത്താവിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഉദ്ദേശം. അതിനുവേണ്ടി താൻ ചെയ്ത പ്രവർത്തികളാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. എന്ത് ചെയ്തു? മനുഷ്യകുലത്തിന്റെ വീണ്ടെടുപ്പ്, താൻ മരണം രുചിച്ചറിഞ്ഞു, താൻ മരണം അനുഭവിച്ചു, അതുപോലെ തന്നെ ജഡരക്തങ്ങളോട് കൂടിയവനായി. പിന്നെ നമ്മൾ താഴോട്ട് വായിക്കുമ്പം ഇനി കുറെ കാര്യങ്ങൾ കൂടെ അവിടെ പറയുന്നുണ്ട്. അവൻ നമുക്ക് മഹാപുരോഹിതനായി തീർന്നു. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ എല്ലാം അൾട്ടിമേറ്റ് ഉദ്ദേശം എന്ന് പറയുന്നത്
അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുക. നമ്മളെ ഓരോരുത്തരെയും കർത്താവിൻ്റെ പദ്ധതി അനുസരിച്ച് തേജസ്സിലേക്ക് നയിക്കുക. ഞാൻ ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്താണെന്ന് മറന്നു പോകുന്നവരായി തീരാൻ സാധ്യതയുണ്ട്. നമ്മൾ എന്തിനായി ഭൂമിയിൽ ജീവിക്കുന്നത്? കർത്താവ് പറഞ്ഞു, നമുക്കറിയാം, നമ്മൾ റോമാലേഖനത്തിൽ വായിച്ച വേദഭാവമാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന വാക്യമാണ്. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് എന്ത് ചെയ്തു? അവൻ്റെ സ്വരൂപത്തോടനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. സോ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അവൻ്റെ നമ്മൾ അനുരൂപരാകണം. അല്ലെങ്കിൽ അതിന് വേറൊരു ഭാഷാന്തരമാണ് നമ്മുടെ വായിച്ചത്, തേജസ്സിലേക്ക് നടത്തണം. ഞാൻ ഈ പറഞ്ഞിരുന്നു, സ്വരൂപത്തോട് അനുരൂപരാകുക, തേജസ്സിലേക്ക് നയിക്കുക. എന്തൊക്കെ പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ഭാഗം പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് വിശദമായിട്ട്. അത് ഞാൻ ഇന്ന് പറയുന്നില്ല. കാര്യം ആ തേജസ് എന്ന് പറയുന്നത് കർത്താവിൻ്റെ ക്യാരക്ടറായിരുന്നു. അത് നമ്മൾ വചനത്തിൽ കാണാം. ശിഷ്യന്മാർ പറയുന്നുണ്ട്, അവൻ്റെ തേജസ് ഞങ്ങൾ പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. യോഹന്നാന്റെ സുവിശേഷം 1:12 നമ്മൾ വായിക്കുന്നുണ്ട്. ശിഷ്യന്മാർ കണ്ട തേജസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഈ ഓറ ഒന്നുമല്ല, ഇങ്ങനെ ചുറ്റുപോലെ ലൈറ്റൊന്നുമല്ല, കർത്താവിൽ കണ്ട ക്യാരക്ടറാണ്. ഞാനത് പറഞ്ഞായിരുന്നു. ക്ഷമ, സഹിഷ്ണുത, അതുപോലെ തന്നെ കർത്താവിൽ നമുക്ക് ലോക മനുഷ്യനിൽ കാണാത്ത ക്യാരക്ടേഴ്സ്, ദൈവിക ആട്രിബ്യൂട്ട്സ്, അതായിരുന്നു ശിഷ്യന്മാർ കണ്ടത്. അവർക്ക് ശത്രുവിനെ സ്നേഹിപ്പാനോ അല്ലെങ്കിൽ തങ്ങളെ വളരെ രസകരമായ കാര്യം, പലപ്പോഴും കർത്താവിന്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോട് സംസാരിച്ച പോലെ, കർത്താവിൻ്റെ ആട്രിബ്യൂട്ട്സിനകത്തുള്ളൊരു കാര്യം, ഈ നമുക്കറിയാം യൂദ കള്ളനാണെന്നും യൂദ മോഷ്ടിക്കുന്നുണ്ടെന്നും അറിയാമായിരുന്നിട്ട് പോലും കർത്താവിന് കൂടെ കൊണ്ട് നടന്നെന്നുള്ള രസം. നമ്മളെ സംബന്ധിച്ച്, ഏട്ടാ അവൻ എന്നെ കൂടെ തീർന്ന് എന്നെ തട്ടിക്കൊണ്ട് എന്നെ നശിപ്പിക്കുക അല്ലെങ്കിൽ എന്നെ അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണെന്ന് ചിന്തിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഒഴിഞ്ഞു മാറും. പക്ഷെ ഞാൻ പറയുന്നത് ഇതൊക്കെ എന്ന് വെച്ചാൽ വളരെ നമ്മുടെ നൈസർഗികമായ മാനുഷികമായ കഴിവിൻ്റെ അപ്പുറമുള്ള കാര്യങ്ങളാണ്. ഒന്ന് ശ്രദ്ധിക്കണം, മനുഷ്യന് നാച്ചുറൽ ആയിട്ടുള്ള ചില കഴിവുകളുണ്ട്. ക്ഷമിക്കാൻ വേണേ മനുഷ്യന് പറ്റും. വേണേ നമുക്കെതിരായിട്ട് ഒരാൾ ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും? ക്ഷമിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സ്നേഹിക്കാൻ പറ്റത്തില്ല. അത് മാനുഷിക കഴിവിനപ്പുറമുള്ളതാണ്. അതുപോലെ ശത്രുക്കളെ സ്നേഹിക്കുക, അതുപോലെ തന്നെ ഒരു ചെകിട്ടത്തടിക്കുന്നതിന് മറുചെകിട്ട് കാണിച്ചു കൊടുക്കുക, എന്തൊക്കെ പറയുന്നത് അത് നാച്ചുറൽ അല്ല, അതൊരു ദൈവിക ക്യാരക്ടറാണ്. ഞാൻ പറഞ്ഞു, അത് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു. അത് നമ്മളിവിടെ വായിച്ചത്, കർത്താവ് ഭൂമിയിൽ വന്നത് അനേക പുത്രന്മാരെ നമ്മൾ വായിച്ച തേജസ്സിലേക്ക് നടത്തുവാൻ വേണ്ടി. ഇന്ന് രാത്രികാലം ഞാൻ പറയാം, അതുപോലെ തന്നെ നമ്മൾ വായിച്ചതുപോലെ സ്വരൂപത്തോട് അനുരൂപരാകാൻ, കർത്താവിനെ പോലെ നമ്മൾ ഈ കുർത്തായും ഒക്കെ ഇട്ട് താടിയൊക്കെ വളർത്തി യേശുവിനെ പോലെ, അതല്ല. അത് വളർത്തുന്നവർ വളർത്തിക്കോട്ടെ, അത് നമ്മുടെ വിഷയമല്ല. ഞാൻ പറഞ്ഞു, പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്ന അവൻ്റെ സ്വരൂപത്തോട് അനുരൂപ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ക്യാരക്ടർ നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്ത് വരിക. എന്തൊക്കെ ക്യാരക്ടർ? ആത്മാവിൻ്റെ ഫലങ്ങൾ, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, പരോപകാരം. അവിടെ പറയുന്ന ആത്മാവിൻ്റെ ഫലങ്ങളൊക്കെ നമ്മളിൽ നിന്ന് പുറപ്പെട്ടു വരണം. ഈ പറയുന്ന ആത്മാവിൻ്റെ ഫലങ്ങളൊക്കെ നാച്ചുറൽ അല്ല, സൂപ്പർ നാച്ചുറലാ. നാച്ചുറൽ സ്ട്രെങ്തിന് അപ്പുറത്തുള്ളൊരു കാര്യമാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ എന്ന് പറയുന്നത്. അവിടെ പറയുന്ന സ്നേഹിച്ചാൽ ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കും, ആ സ്നേഹമല്ല. അതെന്ന് പറയുന്ന അഗാപ്പേ ലവ് എന്ന് പറയുന്നത് അതിനേക്കാളും അപ്പുറമാണ്, മാനുഷിക സ്ട്രെങ്തിന് അപ്പുറമുള്ളതാ. അത് നമ്മൾ എന്ത് ചെയ്യണം? കർത്താവെങ്കിൽ നിന്ന് പ്രാപിക്കണം. ഞാനത് ആ ഒരു ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ പകരപ്പെട്ടതാണ്. ഞാൻ വിഷയത്തിലേക്ക് പോകുന്നില്ല. 2 പത്രോസിൽ വായിക്കുമ്പോൾ വീണ്ടും ഞാൻ ഒരു വാക്യം എടുത്ത് നമ്മൾ ഈ വിഷയത്തിലേക്ക് കടന്നു വരുന്നത്. എന്താണ് മനുഷ്യനായതിൻ്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം എന്നുള്ളതിന് 2 പത്രോസ് 2 പീറ്റർ ഒന്നെടുത്തോ, ഒരു വാക്യം കൂടെ ഒന്നെടുത്ത് വായിച്ചോ. 2 പത്രോസ് 1:4 ഇതേ കാര്യം ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒന്ന് വായിച്ചോ. 2 പത്രോസ് 1:4. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. മതി. എന്താ ദൈവം പറയുന്നത്? പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഈ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരണം.
പാർട്ടേക്കേഴ്സ് ഓഫ് ദ ഡിവൈൻ നേച്ചർ. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ ഈ ലോകത്തിലുള്ള മോഹം വിട്ട്, ഇതെന്ന് ഞാൻ പറയുന്നത് കർത്താവിന് നമ്മളെ പറ്റിയുള്ള അൾട്ടിമേറ്റ് ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ദിവ്യ സ്വഭാവം അതിന് കൂട്ടാളികളായിത്തീരണം. വി മസ്റ്റ് ബി പാർട്ടേക്കേഴ്സ് ഓഫ് ദ ഡിവൈൻ നേച്ചർ. അതിനെന്ത് ചെയ്യണം? ലോകത്തിലെ കറപ്ഷൻ എന്നുള്ള ഇത് വിട്ടൊഴിഞ്ഞ് അതിനപ്പുറമായിട്ട് നമ്മൾ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിത്തീരും. എത്ര പേർക്ക് പറഞ്ഞാൽ ഞാൻ മനസ്സിലാവുന്നുണ്ട്? ഇതാണ് ഞാൻ പറഞ്ഞ കർത്താവ് മനുഷ്യനായി വന്നതിന്റെ ഉദ്ദേശം. മനുഷ്യന്റെ വീണ്ടെടുപ്പുണ്ട്, അതിനപ്പുറമായിട്ട് നമ്മളെ രൂപാന്തരപ്പെടുത്തി. നമ്മൾ വായിച്ചതുപോലെ നീയും എനിക്ക് തന്ന മക്കളും. അതുകൊണ്ടാണ് നമ്മൾ അവിടെ വായിച്ചൊരു വാക്യത്തില്, അതുകൊണ്ട് സഹോദരന്മാരെന്ന് വിളിക്കുവാൻ അവൻ ലജ്ജിക്കുന്നില്ല നമ്മൾ വായിച്ചത്. എങ്ങനെ? സഹോദരന്മാരെന്ന് വിളിക്കുവാൻ അവൻ എന്ത് ചെയ്യുന്നില്ല? ലജ്ജിക്കുന്നില്ല. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ പോലെ ജഡരക്തങ്ങൾ ഉള്ളവനായിട്ട് അവൻ ഭൂമിയിൽ വന്നതുകൊണ്ടാണ്. നമ്മളതുപോലെ തന്നെ കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുമ്പോഴും കർത്താവിന്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 3:18, 2 കൊരിന്ത്യർ ചാപ്റ്റർ 3 വേഴ്സ് 18 നമ്മൾ വായിക്കുന്നുണ്ട്. ഒന്ന് പെട്ടെന്ന് വായിച്ചാൽ ഞാൻ ആ വിഷയം നിങ്ങളെ അൾട്ടിമേറ്റ് ഉദ്ദേശത്തെ പറ്റി പറയുന്ന 2-3 വാക്യങ്ങൾ പറയുന്നതെന്നുള്ളതേ ഉള്ളൂ. 2 കൊരിന്ത്യർ ചാപ്റ്റർ 3 വേഴ്സ് 18. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും. ആ ഒരു വാക്ക് മാത്രം മതി. എന്ത് ചെയ്യണം? നമ്മുടെ ഇരുണ്ട മൂടുപടമൊക്കെ മാറിയിട്ട് നമ്മുടെ മുഖത്ത് എന്ത് ചെയ്യണം? കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരാകണം. We are changed into the same image from glory to glory. കർത്താവിന്റെ മഹത്വം റിഫ്ലക്ട് ചെയ്യുന്നവരാകണം. അതിനാദ്യം വേണ്ടുന്ന ഏറ്റവും വലിയ കാര്യം എന്നറിയാമോ? നമ്മൾ മനസ്സിലാക്കണം, വി ആർ ഓഫ് കറപ്റ്റഡ് നേച്ചർ. നമ്മള് കറപ്ഷൻ ഉള്ളവരാണെന്നുള്ള ബോധ്യം നമുക്ക് ആദ്യം വേണം. എങ്കിൽ മാത്രമേ ലോർഡ് ഐ നീഡ് യുവർ ഗ്രേസ് ടു റീച്ച് യുവർ അൾട്ടിമേറ്റ് പർപ്പസ്, നിന്റെ പർപ്പസിലേക്ക് ഞാനൊന്ന് കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവെ എന്നെ നിന്റെ കരങ്ങളിൽ തരുന്നുള്ള സമർപ്പണം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ പരാജയങ്ങളാണ് ഇത് നമ്മളെ നയിക്കുന്നത്. ഞാൻ പറയാം, പരാജയം നമ്മളിതിനകത്ത് വായിച്ചല്ലോ, കഷ്ടതകൾ, പ്രശ്നങ്ങൾ. നമ്മൾ 10-ാം വാക്യത്തിൽ വായിച്ചത്, നമ്മൾ 2:10 നമ്മൾ വായിച്ചതാണ്. അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തിയപ്പോൾ എന്ത് ചെയ്തു? അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. ഞാൻ പറയാം, നമ്മള് ഈ പറയുന്ന തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുക, പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുക, അതുപോലെ തന്നെ തേജസ്സിലേക്ക് നയിക്കപ്പെടുക, തേജസ്സിനെ പ്രതിബിംബിക്കപ്പെടുക, ഇതൊക്കെ പറയുമ്പം അതുപോലെ ഡിവൈൻ പാർട്ടേക്കേഴ്സ് ഓഫ് ദ ഡിവൈൻ നേച്ചർ, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുക. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നേരിട്ട് സംഭവിക്കും. കർത്താവ് അതിനുവേണ്ടി നമ്മളെ കർത്താവിന്റെ മൂശയ്ക്കകത്തൂടെ കൊണ്ടുപോയി വാർത്തെടുത്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഒറ്റയടിക്ക് കർത്താവിന്റെ സ്വഭാവം വന്ന് നേരെയാവും എന്നുള്ളതല്ല. ഈ സാധു സുന്ദർ സിംഗിന്റെ ഒക്കെ ചരിത്രം പഠിക്കുമ്പോൾ അദ്ദേഹത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ദൈവാസനോടൊന്ന് പ്രസംഗിച്ചല്ലോ. സാധു സുന്ദർ സിംഗ് പോകുന്ന കണ്ടപ്പോൾ ഒരാൾ പറഞ്ഞു, ഇത് യേശു പോകുന്നെന്നും പറഞ്ഞ് ഒരു കൊച്ച് തൻ്റെ അമ്മയോട് വിളിച്ചു പറഞ്ഞ തൻ്റെ ചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ താൻ കടന്നുപോയ കഷ്ടതയുടെ മണ്ഡലങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. തന്നെ പിടിച്ച് കിണറ്റിലിട്ടു, ടിബറ്റിൽ പോയപ്പോൾ താന് പോയ ചരിത്രങ്ങളും വിഷയങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ പ്രതിസന്ധികളൊക്കെ തന്നെ തൻ്റെ ജീവിതത്തിൽ കൂടെ ക്രിസ്തുവിൻ്റെ നേച്ചർ അല്ലെങ്കിൽ ഡിവൈൻ നേച്ചർ തൻ്റെ ജീവിതത്തിലേക്ക് വളർന്നു വരുവാൻ കാരണമാക്കുന്നത്. ഇതെന്ന് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. പെട്ടെന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നേച്ചർ നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട് നേടാൻ പറ്റത്തില്ല. സ്വന്തം കഴിവ് കൊണ്ട് നേടുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. മനുഷ്യന് അവന്റെ ക്യാരക്ടർ മോഡിഫൈ ചെയ്യാൻ ഇന്നത്തെ ലോകത്തിലെ ശാസ്ത്രീയ വശങ്ങൾക്കൊക്കെ ഒരു പരിധിയുണ്ട്. അതിനപ്പുറത്ത് മനുഷ്യനെ കൊണ്ട് പറ്റത്തില്ല. കാരണം ദേ ആർ കറപ്റ്റഡ് മനസ്സുള്ളതാ. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് അതിനപ്പുറമായിട്ട് തൻ്റെ മക്കളെ രൂപാന്തരപ്പെടുത്തി പരിശുദ്ധാത്മാവിനാൽ. അതുകൊണ്ടായി പറയുന്നത്, അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ അതേ ശക്തി. അതുകൊണ്ട് ആ ശക്തി നമ്മുടെ ഉള്ളിൽ പകർന്നു തന്ന് നമ്മളെ എന്ത് ചെയ്യും? രൂപാന്തരപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. നമുക്കിവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഞാൻ തിരിച്ച് എൻ്റെ വേദഭാഗത്തിലേക്ക് കടന്നു വരട്ടെ. അതായത് ഞാൻ പറഞ്ഞൊരു ചുരുക്കം, ഇന്ന് രാത്രികാലം നമ്മൾ ദൈവവചനം പഠിക്കുമ്പോഴും നമ്മളെ പറ്റിയുള്ള അൾട്ടിമേറ്റ് എയിം എന്താണെന്നുള്ളൊരു ബോധ്യം വേണം, ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത്. ഇവിടെ ഈ കർത്താവ് ഭൂമിയിലേക്ക് വന്ന 2 ഉദ്ദേശങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് സൂചിപ്പിച്ചെന്ന് തോന്നുന്നു. ഒന്നാമത്, അവൻ ന്യായപ്രമാണത്തിന്റെ കീഴിൽ വന്നു.
എന്തിനാന്ന് വെച്ചാൽ ന്യായപ്രമാണത്തെ നിവർത്തിക്കുന്നതിന് വേണ്ടി. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞെന്നാണ് എൻ്റെ ഓർമ്മ. ഗലേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 4, ഗലാത്യ ലേഖനം ഒന്നെടുത്തോ, 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ അവൻ ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചു എന്നാണ് വായിച്ചോ ഒന്ന്. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴിൽ അവൻ ജനിക്കേണ്ടതായിട്ട് വന്നു. കാരണം മനുഷ്യന്റെ കുറവ് കാണിക്കുന്നതിന് വേണ്ടി ദൈവം ന്യായപ്രമാണം കൊടുത്തത്. തെറ്റിദ്ധരിക്കപ്പെടല്ല, ആൾക്കാർ ചിന്തിക്കുന്ന പോലല്ല. ന്യായപ്രമാണം അവനെ നേരെയാക്കാനല്ല, മനുഷ്യനെ കറപ്റ്റഡ് മനുഷ്യനെ ന്യായപ്രമാണത്തിൽ കൂടെ നേരെയാകാൻ പറ്റത്തില്ല. കാര്യം ന്യായപ്രമാണം അനുസരിക്കാൻ അവന് പറ്റത്തില്ല. എന്നാൽ ഈ ന്യായപ്രമാണത്തിനകത്തേക്ക് ക്രിസ്തു ജനിച്ചത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ മനുഷ്യനായിട്ട് ജഡരക്തങ്ങളോട് കൂടിയവനായി വന്നിട്ട് ന്യായപ്രമാണത്തെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാ. മത്തായി സുവിശേഷം 5:17 വായിച്ചു. 5:17 ഒന്ന് വായിച്ചേ. മത്തായി സുവിശേഷം 5:17. അവിടെ നമുക്ക് കാണാൻ സാധിക്കും കർത്താവ് എന്തിനാ ഭൂമിയിൽ വന്നത്? ന്യായപ്രമാണത്തിന് കീഴിൽ വന്നത്. വായിച്ചോ, 5:17 ഒന്ന് വായിച്ചോ. പ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നുവെന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്ര ഞാൻ വന്നത്. കർത്താവ് വന്നതിനെ നിവർത്തിക്കാൻ വേണ്ടി വന്നത് നമ്മൾ വായിച്ചത്. എന്നാലും അതിന്റെ അർത്ഥം താൻ ന്യായപ്രമാണത്തിന് കീഴിൽ വന്ന് അതിനെ നിവർത്തിച്ചു. നമ്മളിപ്പോ ഗലാത്യ ലേഖനം 4:5 വായിക്കുമ്പോഴും 4 നമ്മൾ വായിച്ചത്, 5-ാം വാക്യത്തിൽ വായിക്കുമ്പോഴും ഇത് തന്നെ പറയുന്നുണ്ട്, ന്യായപ്രമാണത്തെ നിവർത്തിക്കുവാൻ വേണ്ടി. രണ്ടാമത്, ഒന്ന് ന്യായപ്രമാണത്തിന്റെ നീതി കർത്താവ് നിവർത്തിച്ചു കാണിച്ചിട്ട്, അതുകൊണ്ട് നമ്മൾ റോമാലേഖനം 8-ാം അധ്യായം പഠിച്ചപ്പോൾ ഞാൻ 8-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലാന്ന് തോന്നുന്നു നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ. 8:4 ഒന്ന് വായിച്ചു നോക്കിയാൽ കാണാം. അവിടെ ഒന്ന് വായിച്ചു ഒന്ന്. ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ. ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാകാതെ കിടന്ന മനുഷ്യൻ, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളിൽ പൂർത്തീകരിക്കപ്പെടാൻ വയ്യാതിരുന്ന മനുഷ്യനെ അവന്റെ ഉള്ളിൽ ആത്മാവിനെ പകർന്നു കൊടുത്തിട്ട് ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുമ്പോൾ അവനിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിക്കപ്പെടുമെന്ന് നമ്മൾ വായിക്കാനിടയായി. രണ്ടാമത് കർത്താവ് ഭൂമിയിൽ വന്നത് നമുക്കറിയാം, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ലെന്നുള്ള ദൈവത്തിന്റെ നിയമമാണ്. നമുക്കറിയാം, ലേവ്യ പുസ്തകം അത് വായിക്കണ്ട. ലേവ്യ പുസ്തകം ഞാൻ വായിക്കാം, സമയമില്ലാത്തതുകൊണ്ട്. ലേവ്യ പുസ്തകം 17:11 വായിക്കുന്നുണ്ട്, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ ദ ബ്ലഡ് ഓഫ് ബുൾസ് ആൻഡ് ഗോഡ്സ് ടു ടേക്ക് അവേ സിൻസ്. ആടുകളുടെയും, അത് എബ്രായ ലേഖനം 10:4 ആണ് ആ വാക്യം. എബ്രായ ലേഖനം 10:4 ലേവ്യ പുസ്തകം 17:11 പറയുന്നുണ്ട്, ജീവൻ രക്തത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. എന്നാൽ എബ്രായ ലേഖനം 10:4 വായിക്കുമ്പോൾ പറയുന്നുണ്ട്, ആടുകളുടെയും കാളകളുടെയും രക്തത്തിന് പാപത്തെ നീക്കാൻ കഴിവുള്ളതല്ല. എബ്രായ ലേഖനം 10:4 പറയുക. എന്നാൽ അതേസമയം 9:22 വായിക്കുമ്പോൾ ഒന്ന് വായിച്ചു. എബ്രായ ലേഖനം 9:22 വായിച്ചോ. ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ശ്രദ്ധിച്ചു നോക്കി, ന്യായപ്രമാണത്തിന്റെ നീതി അതാ. പക്ഷെ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ലെന്ന് പറയുമ്പോൾ 10:4 പറയാ, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെ രക്തത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പാപത്തെ നീക്കാൻ കഴിയത്തില്ല. അവിടെയാണ് കർത്താവ് നമുക്ക് വേണ്ടി തന്റെ അവസാനത്തുള്ളി രക്തവും ചൊരിഞ്ഞത്. ഒന്ന്, ന്യായപ്രമാണത്തിന് കീഴിൽ വന്ന് അതിന്റെ നീതി നിവർത്തിച്ചു. രണ്ടാമത് തന്റെ രക്തം ചൊരിഞ്ഞ് നമ്മുടെ പാപങ്ങൾക്ക് വിടുതലിന് വേണ്ടി അവൻ മരിച്ചു. ഇനി നമുക്ക് ഈ വിഷയത്തിലേക്ക് ഇന്ന് ചിന്തിച്ച വേദഭാഗത്തിലേക്ക് കടന്നു വരാം. 14-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, 14-ാം വാക്യത്തിന്റെ ഞാനും വായിക്കാം. 2:14, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. ഞാൻ അവിടെ കൊണ്ട് നിർത്തുകയായിരുന്നു, ശ്രദ്ധിച്ചു വായിക്കണം. ഇങ്ങനെ പറയുന്നത്, അതിന്റെ 2-ാമത്തെ പാട്ട് മാത്രം, 2:14 സെക്കൻഡ് പാർട്ടാണ് ഞാൻ വായിക്കുന്നത്. That through death he might render powerless him who had the power of death, that is devil. അതായത് മരണത്തിന്റെ അധികാരിയായ പിശാചിനെ എന്ത് ചെയ്തു? തന്റെ മരണത്താൽ നീക്കി എന്നാ വായിക്കുന്നത്. കറക്റ്റാണോ? 14 വാക്യം വായിക്കുമ്പോൾ 14-ാം വാക്യത്തിന്റെ അവസാനത്തെ ഭാഗം ആരെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. എങ്ങനെ? മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. ഞാൻ പറയാം, ഒന്ന്, ഇപ്പൊ കർത്താവ് ഭൂമിയിൽ വന്നതിന്റെ
വേറെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് താൻ ജഡരക്തങ്ങളോടുകൂടി വന്ന് നമുക്ക് വേണ്ടി, കാര്യം ദൈവത്തിന് മരണമില്ല, തൻ്റെ മരണം കൊണ്ട് അവൻ എന്ത് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്? പിശാചിന്റെ, നമ്മൾ വാക്കിങ്ങനെ വായിക്കുന്നത്, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ എന്ത് ചെയ്തു? നീക്കി എന്നാ. പക്ഷേ അവിടെ മലയാളത്തിൽ നീക്കി എന്ന് എഴുതിയിരിക്കുന്നെങ്കിലും അതിൻ്റെ യഥാർത്ഥത്തിൽ അർത്ഥം നീക്കിയെന്നല്ല, ഹി റെൻഡർ പവർലെസ് എന്ന. നമ്മൾ നീക്കി, ഡിസ്ട്രോയി, നശിപ്പിച്ചു എന്നൊക്കെ നമുക്ക് തോന്നിയാൽ ആ സാധനം പിന്നെ ഇല്ലെന്നുള്ളൊരു അർത്ഥമാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഇവിടുത്തെ അർത്ഥം അങ്ങനെയല്ല. ഹി റെൻഡർ പവർലെസ്, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ എന്ത് ചെയ്തു? ശക്തിയില്ലാത്തവനാക്കി, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ പറഞ്ഞാൽ നിർവീര്യമാക്കി. നിർവീര്യമാക്കി എന്ന് വെച്ചാൽ സാധനം അവിടെ ഉണ്ട്, അതിന്റെ ശക്തിയെല്ലാം എന്ത് ചെയ്തു? ഇനി പിടിച്ചെടുത്തു എന്നുള്ള അർത്ഥമാണ് പറഞ്ഞത്. അതായത് താൻ ജഡരക്തങ്ങളോട് കൂടി വന്ന് തൻ്റെ ഒരു പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശാചിന്റെ അധികാരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? ശക്തി ഇല്ലാത്തവനാക്കി മാറ്റുക. ഞാൻ അതുകൊണ്ട് പറഞ്ഞു, അന്നേരം നമുക്കിവിടെ രണ്ട് കാര്യങ്ങൾ കാണാൻ പറ്റും. ഒന്ന്, യേശു കർത്താവ് മരിച്ചെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളായിരുന്നു? ആ വാക്യം എങ്ങനെയാണ് വായിക്കുന്നത്? തൻ്റെ മരണത്താല്, ആ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ച് വായിക്കുക. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി. അപ്പോൾ താൻ ജഡരക്തങ്ങൾ എടുത്തതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പിശാചിനെ നീക്കി അവന്റെ അധികാരം മാറ്റണമെങ്കിൽ യേശു കർത്താവ് മനുഷ്യനായി വന്ന് മരിക്കണമായിരുന്നു. എങ്കിൽ മാത്രമേ അത് ആവശ്യമായിരുന്നു. നിങ്ങൾ ഒരു വാക്യം വായിച്ചോ, എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ 15-ാം വാക്യം ഒന്ന് വായിച്ചോ. എബ്രായർ 9:15. 2-3 വാക്യങ്ങൾ ഞാൻ പറയാം, നിങ്ങൾ വാക്യം വീട്ടിൽ പോയി വായിച്ചാൽ മതി. അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശം. അവിടെ ശ്രദ്ധിക്കുക, അതിന്റെ വീണ്ടെടുപ്പിനായിട്ട് ഒരു മരണം ഉണ്ടായിട്ട്, ഒരു മരണം ഉണ്ടായെങ്കിൽ മാത്രമേ ആ വീണ്ടെടുപ്പുള്ളായിരുന്നു. നിങ്ങൾക്കറിയാതെ നമുക്ക് യോഹന്നാൻ 12:24 വായിക്കുമ്പോൾ കടുകുമണിയല്ല, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല. അത് കർത്താവ് തന്റെ മരണത്തെ പറ്റി പറയുന്നതാ. ഇല്ലെങ്കിൽ അത് തനിയെ ഇരിക്കുന്നു, ചത്തുവെങ്കിലും എന്ത് ചെയ്യുന്നു? വളരെ ഫലം കായ്ക്കുന്നു എന്ന് പറയുന്നുണ്ട്. യെശയ്യാ പ്രവചനം 53:12 അവിടെയും ഇതേ കാണാൻ സാധിക്കും. താൻ മരിച്ചത് കൊണ്ട് അനേകരെ നടത്തുവാൻ, തേജസ്സിലേക്ക് നടത്തുവാൻ ഇടയായെന്ന് വായിക്കുന്നുണ്ട്. നമ്മൾ റോമാലേഖനം 14:9 വായിക്കുന്നുണ്ട്. വെളിപ്പാട് 1:18. ഞാൻ ഈ വാക്യങ്ങൾ എഴുതുന്നവർ എഴുതി എടുത്തോളുക. ഒന്നുകൂടെ പറയാം. യെശയ്യാ 53:12, യോഹന്നാൻ 12:24, റോമർ 14:9, വെളിപ്പാട് 1:18. ഈ വേദഭാഗങ്ങളെല്ലാം വായിക്കുമ്പോൾ ഒരു മരണം ആവശ്യമായിരുന്നു കർത്താവിന്റെ മനുഷ്യകുലത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി. അതുകൊണ്ട് താൻ എന്ത് ചെയ്തു? താൻ ജഡരക്തങ്ങളോട് കൂടിയവനായി വന്നു. രണ്ടാമത് നമ്മൾ വായിച്ചത് ഈ ഭാഗത്ത്, ഞാൻ അത് അതിനെപ്പറ്റി വിശദീകരിക്കാം പിന്നീട്. എന്ത് ചെയ്തു? രണ്ടാമത് വായിച്ചത് ഹി മൈറ്റ് റെൻഡർ പവർലെസ് ദ ഡെവിൾ എന്ന് വെച്ചാൽ പിശാചിനെ എന്ത് ചെയ്തു? തൻ്റെ മരണത്താൽ നീക്കി എന്നാണ് വായിച്ചത്. ഞാൻ ഒന്നുകൂടെ പറയാം. നീക്കി എന്നല്ല എഴുതിയിരിക്കുന്നത്. അവനെ നിർവീര്യമാക്കി, ശക്തിയില്ലാത്തവനാക്കി. ഒന്നാമത് തൻ്റെ മരണത്തിലൂടെ ഈ വീണ്ടെടുപ്പിന് മരണം ആവശ്യമായിരുന്നു. രണ്ടാമത് പിശാചിന്റെ ശക്തിയെ നിർവീര്യമാക്കി. നമുക്കറിയാം. ഒരു രണ്ട് വേദഭാഗം പെട്ടെന്ന് വായിച്ചു. അതിനോടനുബന്ധിച്ച് 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചു. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 1 John chapter 3 verse 8. നമുക്കറിയാവുന്ന വേദഭാഗമാ. ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചാലേ. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ശ്രദ്ധിച്ചേ, പിശാചിന്റെ 3:8 അവസാനം തൊട്ട് 8-9. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ എന്ത് ചെയ്തു? ദൈവപുത്രൻ പ്രത്യക്ഷനായി. ആ പറഞ്ഞതിന്റെ അർത്ഥം കർത്താവ് ഈ ഭൂമിയിൽ ജഡരക്തങ്ങളോടുകൂടി വന്നവനായതിന്റെ ഒരു കാരണമെന്ന് പറയുന്നത് പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനാ. റെൻഡർ പവർലെസ് ദ ഡെവിൾ, പിശാചിന് അധികാരമില്ലാത്തത് ആക്കുന്നതിന് വേണ്ടിയാ. ഞാൻ പറയും, ക്രിസ്ത്യാനിത്വം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യം, ഈ ക്രിസ്തീയ സഭ, പുതിയ നിയമസഭ, ക്രിസ്തുവിന്റെ മരണമാണ് സകലത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. പിശാചിന്റെ മേലുള്ള ജയത്തിന്റെ അവസ്ഥ, നമ്മുടെ പാപത്തിന്റെ വീണ്ടെടുപ്പ്, നമുക്ക് ലഭിച്ച പുനരുത്ഥാനത്തിന്റെ ശക്തി എല്ലാം കർത്താവിന്റെ ക്രൂശ് മരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ വായിച്ച വേദഭാഗത്ത് ഇവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ
ഈ വാക്യം പറയുന്നത് എങ്ങനെയായിരുന്നു നമ്മൾ വായിച്ചത്? ജഡരക്തങ്ങൾ കൂടിയനായി വന്നു. ഈ വാക്യം ഒന്നുകൂടെ എബ്രായ ലേഖനത്തിലേക്ക് ആ വാക്യത്തിലേക്ക് കടന്നു വരാം. വായിച്ചു. അങ്ങനെ മരണത്തിന്റെ അധികാരിയായ പിശാച് എങ്ങനെയാ പറയുന്നേ? മരണത്തിന്റെ അധികാരി. അന്നേരം അതാ ഞാൻ ഇന്ന് ഗ്രൂപ്പിലിടുന്ന ചോദ്യം, മരണത്തിന്റെ അധികാരി ആയിരുന്നോ പിശാച്? പിശാചിനെ എന്താ പറഞ്ഞ? മരണത്തിന്റെ അധികാരിയായ പിശാചിനെ എന്ത് ചെയ്തു? യേശു കർത്താവിന്റെ മരണത്തിൽ കൂടി അവൻ ശക്തിയില്ലാത്തവനാക്കി. അപ്പോൾ ഒരു ചോദ്യം നാച്ചുറലായിട്ട് ചോദിക്കാൻ പറ്റും, മരണത്തിന്റെ അധികാരിയാണോ പിശാച്? നമ്മൾ കേട്ടിട്ടുള്ള മരണത്തിന്റെ അധികാരിയായിട്ടാണോ പിശാച് വരുന്നത്? നമുക്ക് 2-3 വാക്യം എടുത്തേക്ക്. ഒന്ന് ആവർത്തന പുസ്തകം എടുത്തു. ആവർത്തന പുസ്തകം 32:39 ഒന്ന് വായിച്ചു. ആവർത്തന പുസ്തകം ഡ്യൂട്രോണമി ചാപ്റ്റർ 32 വേഴ്സ് 39. 32:39. ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനല്ലാതെ ദൈവമില്ല എന്ന് ഇപ്പോൾ കണ്ടുകൊള്ളുവീൻ. ഞാൻ കൊല്ലുന്നു, ഞാൻ ജീവിപ്പിക്കുന്നു, ഞാൻ തകർക്കുന്നു, ഞാൻ സൗഖ്യമാക്കുന്നു, എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ഇല്ല. മതി. ഇത് ദൈവത്തിന്റെ സോവൻ, സർവാധികാരിയായ ദൈവത്തെ പറ്റി പറയുക. അവനാണ് സർവാധികാരി. താൻ കൊല്ലുന്നു, ജീവിപ്പിക്കുന്നു, എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്നവൻ ആരുമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് എന്താ പറയുന്നത്? ദൈവത്തിന്റെ ക്യാരക്ടർ പറയുക. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ വായിച്ച വേദഭാഗത്ത് വായിച്ചത് ദൈവത്തെ പറ്റി സർവാധികാരി എന്ന് പറയുമ്പോൾ, സോവറിൻ ഗോഡ് എന്ന് പറയുമ്പോൾ, ഈ ഭാഗത്ത് പറയുക മരണത്തിന്റെ അധികാരി ആരാ? പിശാച് എന്ന് പറയുക. ഇതെങ്ങനെ ശരിയാകുന്നത്? ദൈവമാണ് മരണത്തിന്റെ അധികാരി എന്ന് നമ്മൾ പറയുമ്പോൾ അവനെല്ലാം ചെയ്യുന്നവനാ. പക്ഷെ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ വിഷയം മനസ്സിലാക്കുന്നതിന് വേണ്ടി ദൈവത്തിന്റെ ക്യാരക്ടർ മനസ്സിലാക്കണം. ഞാൻ അതുകൊണ്ട് ഒരു കാര്യം കൂടെ പറയുക. ദൈവം മനുഷ്യനെ, ദൈവം ഈ വായിച്ച വാക്യത്തിൽ ദൈവത്തിന്റെ സർവാധികാരം, സോവർണിറ്റി ഓഫ് ദ ലോർഡാ പറഞ്ഞേക്കുന്നത്. നമ്മളെ തിരുവചനം പറയുന്ന സർവാധികാരിയായ ദൈവം, ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം, അവൻ ഏകാധിപതിയല്ല. ഞാൻ പറയുന്നത് മനസ്സിലായി എന്ന് പറയാം. അവന് ഏകാധിപതിയായിട്ടുള്ള ദൈവമല്ല. അവൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സർവാധികാരിയായി. ഇത് രണ്ടാ കാര്യം. ഏകാധിപതിയായ ഒരു സർവാധികാരിയാണെങ്കിൽ, ഇപ്പൊ ഞാൻ പറയാം, ഇവിടുത്തെ രാജാവ് ഏകാധിപതിയാ. ഒരു ഉദാഹരണം ഞാൻ പറയുക. ആ രാജാവ് ചെയ്യുന്നതിന്റെ മേലൊരു അധികാരമില്ല ചോദിക്കാൻ. രാജാവ് ചെയ്യുന്നതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ട്രൂത്ത്. ഇപ്പൊ ഞാൻ പറയാം, നമ്മളിവിടെ താമസിക്കുന്ന വില്ല, ഇപ്പൊ നമ്മുടെയാന്ന് വിചാരിച്ചോ, ഇവിടെ താമസിക്കുന്ന വില്ല, ഇതിപ്പോ ഇതിന് ഓണറുണ്ട്, നമ്മുടെ പേരിലായിരുന്നു വിചാരിച്ചോളൂ, അല്ലെങ്കിൽ നാട്ടിൽ നമ്മുടെ വീട് വിചാരിക്കുക. അവിടെ ഏകാധിപതിയായ രാജാവാണെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വീട് ഏറ്റെടുക്കുന്നതിന് അവന് യാതൊരു തെറ്റുമില്ല, അവൻ ഏകാധിപതിയാണെങ്കിൽ. എന്നാൽ തിരുവചനം പറയുന്ന ദൈവം ഏകാധിപതിയല്ല, നീതിമാനായ സർവാധികാരിയാണ്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാന്ന് വെച്ചത്. ചില ആൾക്കാർ തിരുവചനത്തിലെ ദൈവത്തെ ഈ ലോകത്തിന്റെ ഫിലോസഫിക്കൽ ഡെഫിനിഷനകത്ത് കൊണ്ടുവന്നിട്ട് ദൈവം ചെയ്യുന്നത് അത് ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. നമ്മൾ അങ്ങനെ ദൈവത്തിന്റെ വചനം പറയുന്നില്ല. ദൈവത്തിന്റെ വചനം പറയുന്നത് എല്ലാ നാവും അവന്റെ മുമ്പിൽ എന്ത് ചെയ്യുന്നത്? യേശുക്രിസ്തു കർത്താവ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തിക്ക് പോലും ദൈവം ചെയ്ത പ്രവൃത്തി തെറ്റാണെന്ന് അവന്റെ മുമ്പിൽ പറയാൻ പറ്റത്തില്ല. കാരണം ദൈവം നീതിമാനായ ദൈവമായതുകൊണ്ടാണ്. ഞാൻ നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലായോ? സർവാധികാരിയായ ദൈവമാണ്, അതേസമയം അവൻ ഏകാധിപതി അല്ല. ഏകാധിപതിക്ക് എന്ന് പറഞ്ഞാൽ ഒരു നിയമവുമില്ല. നമ്മുടെ കർത്താവിന് ആട്രിബ്യൂട്ട്സ് ഉണ്ട്, ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ആ വിഷയം എന്ന് പറഞ്ഞു. ഏദൻ തോട്ടത്തിൽ ആദമും ഹവ്വയും പാപം ചെയ്തു. പാപം ചെയ്തപ്പോൾ കർത്താവ് പറഞ്ഞു, പാപത്തിന്റെ ശമ്പളം മരണമാ എന്ന് പറഞ്ഞു. വേണമെങ്കിൽ അവരെ മരണത്തോടെ ആദമിനെ ഹവ്വയെ അവിടെ വേണേ അവസാനിപ്പിക്കാം. പക്ഷേ നമ്മൾ വചനം വായിക്കുന്നത് ദൈവം വർക്ക് ചെയ്യുന്നത് ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സിനകത്ത് നിന്നിട്ടാ. ദൈവത്തിന് നീതിയുണ്ട്, ദൈവത്തിന് സ്നേഹമുണ്ട്, ദൈവത്തിന് കരുണയുണ്ട്, ദൈവത്തിന് ദയയുണ്ട്. ഇതെല്ലാം ഒരേ സമയത്ത് ദൈവത്തിൽ ആക്ടിവേറ്റ് ചെയ്യുകയാണ്. ഈ ആദമും ഹവ്വയും അവർ പാപം ചെയ്തപ്പോൾ ദൈവത്തിന്റെ സ്നേഹം പറഞ്ഞു, അവരെ നശിപ്പിക്കരുത്. വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഏകാധിപതിയാണെങ്കിൽ അവിടെ യാതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നശിപ്പിക്കാതെ അവന് ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷെ ദൈവത്തിന് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഫിലോസഫിക്കലി നമ്മൾ ഡിഫൈൻ ചെയ്താൽ അങ്ങനെ വേണേ പറയാം. പക്ഷെ തിരുവചനം പറയുന്ന ദൈവം എന്ന് പറയുന്നത്
അവൻ സ്നേഹവാനുമാണ്, അവൻ നീതിമാനുമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്നേഹത്തോടെ ആദമിനെ ഹവ്വയെ സ്വീകരിക്കുന്ന അതേ സമയത്ത് തന്നെ മറ്റൊരു ആംഗിൾ എന്ന് പറയുന്നത്, ദൈവത്തിന് അതേ സമയത്ത് തന്നെ ഈ തെറ്റിന്റെ ശിക്ഷയും കൂടെ ചെയ്തെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ നീതിമാനാകത്തുള്ളൂ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുക. അതായത് ഈ ദൈവത്തിന്റെ ക്യാരക്ടേഴ്സ്, ആട്രിബ്യൂട്ട്സ് ഒരുപോലെ വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ദൈവത്തിന്റെ പ്രവൃത്തി കാണുന്നത്. ദൈവം, ഞാൻ പറഞ്ഞതുപോലെ, ഏകാധിപതിയല്ല, സർവാധികാരിയാണ്. തിരുവചനം പറയുന്ന ദൈവം അവന്റെ എല്ലാ സ്വഭാവ സവിശേഷതകളോടും കൂടെ സർവാധികാരി ആയതുകൊണ്ട് നമുക്കറിയാം, ആദമിന്റെ ഹൗവയുടെയും ആ പാപത്തിന്റെ നിത്യശിക്ഷാവിധിക്ക് വേണ്ടി എന്ത് ചെയ്തു? നീതിമാനായ ദൈവം തന്റെ നീതി പ്രവർത്തിക്കുന്നതിന് വേണ്ടി പുത്രനെ മനുഷ്യകുലത്തിന് വേണ്ടി അയച്ചു തന്നു. വേറെ ഞാൻ പറഞ്ഞില്ല, ഏകാധിപതി ആയിരുന്നെങ്കിൽ അല്ലാതെ ചെയ്യാമായിരുന്നു, ആരും ചോദ്യം ചെയ്യത്തില്ല. നമ്മുടെ കർത്താവ്, അവന്റെ ക്യാരക്ടർ നമ്മൾ വചനം പഠിക്കുന്നത് വെച്ചിട്ടുണ്ട് മനസ്സിലാക്കാൻ. പല ആൾക്കാരും ഫിലോസഫിക്കലായിട്ട് ദൈവത്തെ പഠിക്കുന്നത് കൊണ്ടാണ് തെറ്റിപ്പോകുന്നത്. ഞാൻ വിഷയത്തിലേക്ക് കടന്നു വരട്ടെ. ഇവിടെ നമ്മൾ ഈ വായിച്ച വേദഭാഗത്ത് വായിക്കുമ്പോൾ അവൻ എന്ത് ചെയ്തു? അധികാരിയായ പിശാചിനെ, ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവൻ എന്ത് ചെയ്യില്ല? മരണമില്ലായിരുന്നു. വചനം വായിക്കുന്നത്, കർത്താവ് നീ തിന്നുന്ന നാളിൽ നീ എന്ത് ചെയ്യും? മരിക്കും. അവിടം തൊട്ടാണ് ഈ മരണം ഈ ഭൂമിയിലേക്ക് വന്നത്. നമ്മൾ വായിച്ച റോമാലേഖനം 5:12 വായിച്ചോ? പാപത്തിന്റെ ശിക്ഷ മരണമാണ് നമ്മൾ വായിക്കുന്നുണ്ട്. 5:12 വായിച്ചോ? റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിച്ചു. അവിടെ വ്യക്തമായിട്ട് ഭാവം പറയുന്നുണ്ട്. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അന്നേരം ഈ അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ എന്ത് ചെയ്തു? മരണവും ലോകത്തിൽ കടന്നു. കർത്താവ് ദൈവം അവരോട് പറഞ്ഞിരുന്നു, നിങ്ങൾ ഇത് ചെയ്യരുത്, ചെയ്യുന്ന നാളിൽ നിങ്ങൾ മരിക്കും. എന്നാൽ എന്ത് ചെയ്യും? നമ്മൾ വായിക്കുന്നത്, അവർ ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മൾ പറയുന്ന കാര്യം വചനം വായിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്, തങ്ങളുടെ മേൽ ദൈവം കൊടുത്ത അധികാരം അവരെന്ത് ചെയ്തു? ഓട്ടോമാറ്റിക്കായിട്ട് പിശാചിന്റെ മേൽ കൈമാറി. പിശാചിന്റെ മേൽ കൈമാറിയപ്പോൾ പിശാച് അധികാരിയായി, മരണത്തിന്റെ അധികാരി പിശാചായിട്ട് മാറി. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാനൊരു കാര്യം പറയാം. പിശാച് മരണത്തിന്റെ അധികാരിയായി മാറിയെങ്കിലും ദൈവത്തിന്റെ ഹിതത്തിന് അപ്പുറത്ത് അവന് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. നമ്മൾ ഇയ്യോബിന്റെ ചരിത്രം വായിക്കുന്നുണ്ട്. ഇയ്യോബിന്റെ ചരിത്രത്തിൽ പിശാച് വന്ന് ചോദിക്കുന്നുണ്ട്, അവനെ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. കർത്താവ്, ഞാൻ നിന്നെ ഇത് മാത്രം നീ ചെയ്തോളാൻ പറയുന്നുണ്ട്. എന്ത് ചെയ്യുന്നുണ്ട്? ദൈവം അവൻ എന്ത് ചെയ്യുന്നുണ്ട്? അനുവദിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞ, എന്നാൽ ഞാൻ വിഷയത്തിലേക്ക് ഇങ്ങോട്ട് കടന്നു വരികയാണ്. അതായത് ഉൽപ്പത്തി പുസ്തകത്തിൽ തൊട്ട് വായിക്കുമ്പോൾ, പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ മരണത്തിന്റെ അധികാരി പിശാചാണ്. പക്ഷെ ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? ദൈവത്തിന്റെ കൺട്രോളിനകത്ത് നിന്ന് അവന് ന്യായമായി പാപത്തിന്റെ ശമ്പളമായ മരണം, ആ മരണത്തിന്റെ അധികാരിയായിട്ട് പിശാച് വന്ന കാര്യം, പാപത്തിന്റെ സോഴ്സ് എന്ന് പറയുന്ന പിശാചാണ്. അതുകൊണ്ട് അവന്റെ അധികാരിയായിട്ട് പിശാച് മാറി. എന്നാൽ നമ്മൾ വായിക്കുന്നത്, ഈ വായിച്ച വേദഭാഗത്ത് വരുമ്പോൾ, യേശു കർത്താവ് ദൈവിക നീതി നിവർത്തിക്കാൻ വേണ്ടി ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി മരിച്ചപ്പോൾ അവൻ എന്ത് ചെയ്തു? ഈ പിശാചിന്റെ അധികാരമെല്ലാം എടുത്തു കളഞ്ഞു. അതാണ് നമ്മൾ ഈ വായിച്ച വാക്യത്തിൽ വായിച്ചത്. നമ്മൾ ഈ വാക്യത്തിൽ വായിച്ചെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ എന്ത് ചെയ്തു? തൻ്റെ മരണത്താൽ നീക്കിയെന്ന് വായിച്ചത്. ഈ പിശാചിന്റെ അധികാരത്തെ, ഞാൻ ഈ ഒന്നുകൂടി ശ്രദ്ധിക്കണം, പിശാചിന്റെ അധികാരത്തെ നീക്കിയെന്ന് പറയുന്നത് പവർലെസ് ആക്കിയെന്ന. കൊലോസ്യ ലേഖനം നമുക്ക് വളരെ സുപരിചിതമായ വേദഭാവമാണ്. കൊലോസ്യ ലേഖനം ഒന്ന് എടുത്തോ. ഞാൻ പിശാചിന്റെ അധികാരത്തെ തൻ്റെ മരണത്തിലൂടെ നീക്കിയത് എങ്ങനെയാണെന്ന് വായിക്കുന്നുണ്ട്. വായിച്ചു കൊലോസ്യ ലേഖനം 2:15. കൊലോഷ്യൻസ് ചാപ്റ്റർ 2:15. നമുക്ക് വളരെ പരിചയമുള്ള വേദഭാവമാണ്. വായിച്ചു. ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ശ്രദ്ധിച്ചു നോക്കിയേ, എന്താ എഴുതിയിരിക്കുന്നത്? അവിടെ പറയുകയാണ്, ക്രൂശിന്റെ മേല് ജയോത്സവം കൊണ്ടാടി എന്ന് നമ്മൾ വായിക്കുന്നത്. അതായത് ആയുധവർഗം വെപ്പിച്ച്, ഈ ആയുധത്തിൽ കൂടായിരുന്നു പിശാച് എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? മനുഷ്യകുലത്തെ ഡിസ്ട്രോയ് ചെയ്യാൻ താൻ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ എന്ത് ചെയ്തു? യേശു കർത്താവ് തന്റെ ക്രൂശിലെ മരണത്തിൽ കൂടെ ആയുധവർഗം വെപ്പിച്ച് അവനെ പരസ്യമായ കാഴ്ചയാക്കി. അതുപോലെ ഈ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യോട് വായിക്കുമ്പോൾ, ഈ മരണത്തിന്റെ അധികാരം പിശാചിന് ഉണ്ടായിരുന്നു നമ്മൾ വായിക്കുമ്പോൾ, ഒന്ന് വെളിപ്പാട് പുസ്തകം 1:18 വായിച്ചോ. റെവലേഷൻസ് ചാപ്റ്റർ 1:18.
ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ഇങ്ങനെ നമ്മൾ വായിക്കുന്നത് ഭയപ്പെടേണ്ട, ഞാൻ ആദ്യം വായിക്കുന്നത് ഞാൻ മരിച്ച എന്നൊന്നുകൂടെ വായിച്ച സിസ്റ്റർ. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക, താൻ മരിച്ചവനായി ജീവിച്ചു കഴിഞ്ഞപ്പോൾ എന്താ പറയുന്നേ? ബാക്കി വായിച്ചോ. എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ഇങ്ങനെ പറയാണ്, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ ഇപ്പൊ ആരുടെ കയ്യിലുണ്ട്? എന്റെ കയ്യിലുണ്ടെന്ന് താൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് യോഹന്നാന് വെളിപ്പെടുമ്പോൾ പറയുകയാണ്. ഈ പിശാചിനെ ആയുധവർഗം ക്രൂശിന്മേൽ വെപ്പിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ അവൻ അധികാരം മുഴുവൻ നശിപ്പിച്ചു. ഇനി പിശാചിന് ഒരു അധികാരവുമില്ല. കാരണം കർത്താവിന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന്റെ മേലുള്ള സകല അധികാരവും ആരുടെ കയ്യിലായിരിക്കുന്നത്? കർത്താവിന്റെ കയ്യിലാ. അവനോട് യോഹന്നാനോട് പറയുക, നീ ഇനി ഭയപ്പെടേണ്ട കാര്യമില്ല, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കയ്യിലുണ്ട്. ഞാൻ പിശാചിനെ എന്ത് ചെയ്തു? നിർവീര്യമാക്കി. 1 കൊരിന്ത്യർ 15:21 വായിക്കുമ്പോഴും ഇതേ വേദഭാഗം നമുക്ക് കാണാൻ സാധിക്കും. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 21 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു, പെട്ടെന്ന് വായിച്ചു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓക്കെ, വായിച്ചു. ഓരോരുത്തരും താൻ താന്റെ നിരയിൽ അത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ, പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് എന്ത് ചെയ്യും? മരണം നീങ്ങിപ്പോകും. ഈ മരണത്തിന് അധികാരം ഉണ്ടായിരുന്ന മരണത്തെ എന്ത് ചെയ്യും? ഏറ്റവും അവസാനം നമ്മൾ അതറിയാം, കർത്താവ് ഇപ്പം എന്ത് ചെയ്തു? ഈ മരണത്തിന്റെ ആ പിശാചിന്റെ അധികാരത്തെ എടുത്തു കളഞ്ഞു. എന്നിട്ട് ഈ മരണത്തെ നമ്മൾ വെളിപ്പാട് ദിവസം 20-ാം തീയതി വായിക്കുമ്പോഴുണ്ട്, മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടെന്ന്. നിങ്ങൾ പിന്നെ സമയമില്ല, ഞാൻ ഭാഗം എടുക്കുന്നില്ല. മരണത്തെയും പാതാളത്തെയും എവിടെ തള്ളിയിട്ടു? തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. എന്ന് വെച്ചാൽ എന്നേക്കുമായിട്ട് നീക്കുന്നൊരവസ്ഥയുണ്ട്. ഞാൻ ചുരുക്കി ആ പറഞ്ഞ വിഷയം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരിക്കൽ മനുഷ്യനെ ഏദൻ തോട്ടത്തിലാക്കിയ ദൈവം അവനെ അവിടെ സൃഷ്ടിച്ചാക്കി. അവന്റെ അനുസരണക്കേടിനാലും അവിശ്വാസത്താലും ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് പരാജയപ്പെട്ടവനായി മരണത്തിന്റെ അധികാരിയായി സകല മനുഷ്യരിലും മരണം കടന്നു വന്ന് പിശാചിന് മനുഷ്യന്റെ മേലുള്ള അധികാരം ലഭിച്ചു. എന്നാൽ ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതിക്കായിട്ട് എബ്രായ ലേഖനത്തിൽ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുകയാണ്, അവിടെ താൻ ജഡരക്തങ്ങളോട് കൂടിയവനായി വന്ന് നമുക്ക് വേണ്ടി അവൻ മരണം അനുഭവിച്ച് പിശാചിനെ, നമ്മളിപ്പോൾ വായിച്ച വാക്യത്തിൽ പിശാചിന്റെ മേൽ ജയഘോഷം കൊള്ളുവാൻ ഇടയായി അവനെ നിർവീര്യമാക്കിയെന്ന് നമ്മൾ വായിക്കാൻ ഇടയായി. ഒരു കാര്യം മറന്നുപോലെ, ചില ആൾക്കാർ, ഞാൻ അതോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം, ചില ആൾക്കാരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ വിഷയം പഠിച്ചു പോകുമ്പോൾ വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്, എങ്കിലും ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ക്ലിയറായിട്ട് പറഞ്ഞു വരാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ്. നമുക്കിവിടെ ഒരു കാര്യം, ഈ പിശാചിനെ ഈ എന്നേക്കും നീക്കിയെന്നൊക്കെ വാക്യം കേൾക്കുമ്പോൾ ഇനി പിശാച് ഇല്ലെന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. ചില ഒരു കൂട്ടരെന്ന് വെച്ച് കഴിഞ്ഞാൽ പിശാച് കണ്ട് ഇവിടെ നിൽക്കുന്നെന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. ആ മുറിക്കകത്ത് പിശാച്, കട്ടിലിന്റെ മൂലയ്ക്കൊരു പിശാച്, പറയുമ്പോൾ പിശാച് പോകുമ്പോൾ പിശാച്, അങ്ങനെ പറയുന്ന പിശാച് പറയുന്നുണ്ട്. ചില ആൾക്കാർ പറഞ്ഞു പിശാചിന്റെ യേശു തല തകർത്തതുകൊണ്ട് ഇനി എന്തില്ല, പിശാച് ഇല്ലെന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. ഇത് രണ്ടും തെറ്റാ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായില്ലേ? പിശാചുണ്ട്. പിശാചിനെ യേശു കർത്താവ് എന്ത് ചെയ്തു? നിർവീര്യമാക്കി. അവന്റെ അധികാരങ്ങളെ എടുത്തു കളഞ്ഞു. അതുകൊണ്ട് പിശാച് ഇല്ലെന്നല്ല. ഞാൻ ഈ കാര്യം മനസ്സിലാക്കിയിട്ട് പോകണം. കാര്യം ഇങ്ങനെ വരുമ്പോൾ ഈ കർട്ടൻ മാറുന്ന പിശാചുണ്ട്, അതൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കും, അതൊന്നും എനിക്കറിയത്തില്ല ഒരു സൈഡിൽ കൂടെ. പിന്നെ അങ്ങനെയൊക്കെ വരുന്ന പിശാചുണ്ട്. ഞാൻ പറഞ്ഞു, ചില ആൾക്കാർ പ്രസംഗിക്കുമ്പോൾ പിശാച് എന്ന് പറയുന്നത് എന്തിനാച്ചാൽ നമുക്ക് പേടിക്കാനേ ഇല്ല, പിശാച് സാധനം ഇതൊക്കെ വെറുതെ, അതൊക്കെ കർത്താവ് ജയാളിയായി ഇനിയൊരു പിശാച്, അതും പറയുന്നത് തെറ്റാ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, ബിബ്ലിക്കൽ ട്രൂത്ത്സ് ആർ ഓൾവേസ് ബാലൻസ്ഡ്. തിരുവചന സത്യങ്ങൾ എപ്പോഴും ബാലൻസ്. ഏതെങ്കിലും എക്സ്ട്രീം എൻഡിൽ നമ്മൾ പോയാൽ നമ്മൾ ഫെയിലായി പോകും, പരാജയപ്പെട്ടു പോകും. നമുക്ക് 2-3 വാക്യങ്ങൾ എടുത്താൽ ഞാൻ പറയാം. ഈ പിശാച് നിങ്ങൾക്ക് ഇതോടെ പറഞ്ഞു പോകണമല്ലോ. അച്ഛാ സംശയം തീരണം, ഇനി പിശാച് ഇതിനെ തകർത്തു കളഞ്ഞു, ഇനി പിശാച് ഇല്ലയോ, അതോ ഇനിയും നമുക്ക് വിശ്വാസികൾക്ക് ഇനിയും ഒരു പേടിയുമില്ല? അങ്ങനല്ല. മരണത്തിന്റെ അധികാരിയായ പിശാച്, മരണത്തിന്റെ മേൽ
ഉള്ള അവൻ്റെ അധികാരത്തെ മാറ്റി അവനെ നിർവീര്യമാക്കി. അതുകൊണ്ട് അവനെ നശിപ്പിച്ചങ്ങ് ഒന്നും ഇല്ലാതാക്കിയെന്നല്ല, ഇപ്പോഴും അവനുണ്ട്. 2-3 വാക്യം പെട്ടെന്ന് വായിച്ച് ആ വാക്യോട് വായിച്ച് അവസാനിപ്പിക്കും. എഫേസ്യ ലേഖനം 6:11 പെട്ടെന്ന് വായിച്ചാൽ ഇനി 5 സമയം തീർന്നു, 5 മിനിറ്റ് കൂടെ പെട്ടെന്ന് എടുത്ത് അവസാനിപ്പിക്കാം. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ പിശാച് മുഴുവൻ പോയോ? പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കണം. അവൻ ഇപ്പോഴും ഉണ്ട്. അവന്റെ തോക്കും വെടിയും പടക്കോപ്പും ഒന്നും ഇപ്പൊ ഇല്ല. പക്ഷെ അവന്റെ കയ്യിൽ എന്തുണ്ട്? തന്ത്രമുണ്ട്. എന്താ അവന്റെ ആയുധം ഇപ്പോഴത്തേത്? തന്ത്രം. വിശ്വാസിയുടെ അടുത്ത് വന്നിട്ട് അവൻ എന്ത് ചെയ്യും? തന്ത്രം പ്രയോഗിച്ചിട്ട് നമ്മുടെ അധികാരം അവന് കവർന്നെടുക്കും. ഇപ്പോൾ നമുക്കാണ് ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം പറയാം, പിശാചിന്റെ മേൽ അധികാരമുള്ളത് ദൈവമക്കൾക്കാണ്. ക്രിസ്തു നമ്മളെ ഉയർപ്പിച്ചവന്റെ ശക്തി നമ്മുടെ മേലുള്ളതുകൊണ്ട് പൈശാചിക ശക്തികളുടെ മേൽ അധികാരം നമുക്കാണുള്ളത്. പക്ഷെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് ഇവൻ വന്നിട്ട് പറയും, ചില ആൾക്കാരുടെ മെസ്സേജ് കേൾക്കുമ്പോഴത്തേന് പിന്നെ എല്ലാവർക്കും പേടി, വെച്ചോ അവിടെ പിശാ, ഇവിടെ കട്ടിലിൽ അടിയിൽ കൂടെ പിശാ, ഇപ്പുറത്ത്. അങ്ങനെയുള്ള പിശായൊന്നുമില്ല. നമ്മൾ വഞ്ചിക്കപ്പെടരുത്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, അവൻ തന്ത്രങ്ങൾ വന്ന് നമുക്കുള്ള അധികാരം അവൻ കൈയടക്കാൻ സാധ്യതയുണ്ട്. അത് തിരിച്ച് നമ്മളെ യൂസ് ചെയ്യും. ഇപ്പൊ ഞാൻ പറയാം, എൻ്റെ കയ്യിൽ വലിയ AK-47 തോക്കുണ്ട്, എല്ലാം ഉണ്ട്, എനിക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പുറത്ത് ഒരുത്ത് നിൽക്കുക, അവൻ എന്നേരം അപ്പുറത്തുനിന്ന് പറയാ, അവനും സത്യം പറഞ്ഞാൽ അവന് പേടിയാ നമ്മളെ. അയ്യോ നിന്റെ കയ്യിൽ ഇരിക്കുന്ന എന്താടാ? AK-47. ആ ഞാനൊരു ചോക്ലേറ്റ് തരാടാ ഒക്കെ പറഞ്ഞ് കൊച്ചുപിള്ളാരെന്ന് വിചാരിച്ചു. ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ കൊടുത്ത് വലിപ്പിച്ച് പതുക്കെ നമ്മുടെ അടുത്ത് വന്ന നമ്മുടെ അടുത്തൊരു ആക്സസ് ഒക്കെ കിട്ടി അവൻ പറയുന്നത് കേട്ട് ആ AK-47 അവൻ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് നമ്മളെ വെടിവെക്കും. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവൻ്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ. അതായത് അത് കാര്യം എന്താ പറയുന്നത്? തൊട്ടുപുറകിലത്തെ വാക്യത്തിൽ 6:10 പറയുമ്പോൾ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയശക്തിയിൽ ആശ്രയിക്കുവാൻ ശ്രമിക്കുന്നവൻ അറിയാതെ പിശാചിന്റെ തന്ത്രത്തിൽ കുടുങ്ങിപ്പോകും. നമ്മൾ ആരിൽ ആശ്രയിക്കണം? പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ വേണം നമ്മുടെ ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ. സ്വയശക്തിയിൽ ആശ്രയിക്കുന്നവർ പരാജയപ്പെട്ടു പോകും. 2 കൊരിന്ത്യർ 2:11 ഒന്ന് പെട്ടെന്ന് വായിച്ചു. പെട്ടെന്ന് 2-3 വാക്യങ്ങൾ എടുത്ത് വായിച്ചു. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു പോവാം. ഇതൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം, ബാക്കി സമയം പോലെ. ഓക്കെ. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ. സാത്താൻ ഉണ്ടോ? ഉണ്ട്. അവന്റെ അധികാരം പോയി. ഇപ്പൊ അവൻ എന്തേ ഉള്ളൂ? തന്ത്രമേ ഉള്ളൂ. അവൻ നമ്മളെ എങ്ങനെ തോൽപ്പിക്കും? പതുക്കെ വന്നിട്ട് വാ നമുക്ക് ഇപ്പം അവിടെ ഒരു എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ട്, വാ നമുക്ക് മീറ്റിങ്ങിനൊന്നും പോകണ്ട, പതുക്കെ നമ്മൾ എന്നാ പിന്നെ അച്ഛൻ അങ്ങോട്ട് പോയേക്കാന്ന് വിചാരിച്ചിട്ട് അച്ഛാ നമ്മൾ അങ്ങ് പോവുക. നമ്മൾ അറിയുന്നില്ല, പതുക്കെ അവൻ എന്ത് ചെയ്യും? നമ്മൾ ദൈവത്തോട് ചേർന്ന് ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിക്കേണ്ട സ്ഥാനത്ത് അറിയാതെ പോകുമ്പോൾ കുഴപ്പമൊന്നുമില്ല. പതുക്കെ അവൻ 2 അടി അടുത്തോട്ട് വരും, അടുത്തൊരു കാര്യം വരും, അടുത്തിങ്ങനെ വന്നു അവസാനം നമ്മുടെ മേൽ നമുക്ക് ദൈവമക്കൾക്കുള്ള അധികാരത്തെ അവൻ കവർന്നെടുക്കും. അതുകൊണ്ടാ ആരെ വിഴുങ്ങണ്ടോ എന്ന് അറിയാത്ത പോലും ഊടാടി സഞ്ചരിക്കുന്നു എന്ന് പറയുന്നത്. അവിടെ പറയുന്നത് അത് 1 പത്രോസ് 5-ാം അധ്യായത്തില 5:8 പറയുന്നുണ്ട്. അവിടെ പറയുക, അതുകൊണ്ട് നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയുക, വിശ്വാസത്തിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഉറച്ചു നിൽക്കണം. എഫേസ്യ ലേഖനം, ഞാൻ ഈ വാക്യങ്ങൾ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. Efesians 4:27 പറയുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്, സാത്താന് നിങ്ങൾ എന്ത് ചെയ്യല്? ഇട കൊടുക്കരുതെന്ന് പറയുന്നത്. Efesians 4:27. 1 കൊരിന്ത്യർ 7:5 പറയുമ്പോൾ നിങ്ങൾ ടെംപ്ടേഷൻസ് ഉണ്ടാകാം, അതുകൊണ്ട് ഭാര്യയും ഭർത്താവും മാറി നിൽക്കുമ്പോൾ അത് അന്യോന്യം എഗ്രി ചെയ്തിട്ട് വേണം. 2 കൊരിന്ത്യർ 11:3 പറയുമ്പോൾ വെളിച്ചദൂതന്റെ വേഷം ധരിച്ചു വരുമെന്ന് പറയുന്നുണ്ട്. പ്രവൃത്തി 5:3 പറയുമ്പോൾ അനന്യാസിന്റെയും സബീരയുടെ കാര്യത്തിൽ പറയുമ്പോൾ സാത്താൻ നിങ്ങളുടെ ഹൃദയം വശീകരിക്കാൻ ഇടയായത് എന്താന്ന് ചോദിക്കുന്നുണ്ട്. സാത്താൻ വെറുതെ കയറി വരത്തില്ല, അവസരം കൊടുത്താൽ അവൻ കടന്നു വരും. റോമർ 16:20 പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട്, സമാധാനത്തിന് ദൈവമോ സാത്താനെ വേഗം നിങ്ങളുടെ കാൽ കീഴാക്കും. അതിന് തൊട്ടുപുറത്തെ വാക്യത്തിൽ പറയുന്നറിയാം, ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് നിങ്ങളെ തിന്മയിലേക്ക് നയിക്കുന്ന അനേകരുണ്ട്. അടുത്ത വെളിപ്പാട് 2:10 സ്മുർന്നയിലെ സഭയോടും 2:13 പെർഗമോ സഭയോട് പറയുമ്പോൾ, ഞാൻ അടുത്ത ക്ലാസ്സിലൂടെ ഒന്ന് വിശദീകരിച്ചോളാം. പറയുന്നത്, നിങ്ങൾ സാത്താന്റെ സ്ഥലത്താണ് നീ ആയിരിക്കുന്നത്, സാത്താൻ നിങ്ങളെ കുറച്ച് ദിവസം എന്ത് ചെയ്യും? ദണ്ഡിപ്പിക്കും. ഇങ്ങനെയൊക്കെ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ ഇത് ബാലൻസ്ഡായിട്ട് മനസ്സിലാക്കണം. സാത്താന്റെ അധികാരമെല്ലാം നഷ്ടപ്പെട്ടു,
അധികാരമെല്ലാം മരണത്തിന് മേലുള്ള അധികാരം കർത്താവിൻ്റെ കരങ്ങളിലാണ്. സംഗീതത്തിൻ്റെ മരണത്തിലുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. ഞാൻ പറയാം, ചില കാര്യങ്ങൾ സാത്താനുണ്ടെങ്കിലും കർത്താവിൻ്റെ ഹിതത്തിനനുസരിച്ചില്ല, നടക്കത്തില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും സാവകാശം ഉണ്ടാക്കി കൊടുത്താൽ, പല ജീവിതത്തിലും അറുക്കുവാനും മുടിക്കുവാനും വരുന്ന പിശാചിന് നമ്മൾ സാഹചര്യം ഒരുക്കി കൊടുത്താൽ, പലപ്പോഴും ജീവിതത്തിൽ വരുന്ന സംഭവങ്ങൾക്ക് ദൈവത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന തോക്ക് പിശാചിന് കൊടുക്കുന്ന പോലെ. ഇന്ന് രാത്രിക്കാലം ഞാൻ അതിൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. അടുത്ത ക്ലാസ് നമുക്ക് ബാക്കി ചെയ്യാം. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് എല്ലാവരും ദൈവസന്നെ പ്രാർത്ഥിച്ചിട്ട്, കർത്താവേ, കേട്ട വചനം എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൾട്ടിമേറ്റ് എയിം ദൈവത്തിന് നമ്മളെ പറ്റിയുള്ളത് പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ, അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കേണ്ട ഒരു കാര്യം. കർത്താവെ, എൻ്റെ ക്യാരക്ടർ, കർത്താവെ, നിൻ്റെ ക്യാരക്ടർ പോലെ ചേഞ്ച് ആകുവാൻ, കർത്താവെ, റിഫ്ലക്റ്റ് ചെയ്യുവാൻ, ഹല്ലേലൂയ, അതിനുവേണ്ടി ഞാൻ എന്നെ ഒരുക്കുന്നു എന്ന് പറയുമ്പോൾ ആ നിലയിൽ കർത്താവ് നീ എന്നെ ഉപയോഗിക്കണമേ എന്ന് പറഞ്ഞ് നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഇപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. ഹൈമോൻസ് ഞാനിപ്പോൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ മീറ്റിംഗ് അവസാനിപ്പിക്കും. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിന്